ഇപ്പൊ ഞാൻ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോണ് ഒരു വീഡിയോ കണ്ട് ഒരു കൊച്ചിന്റെ അച്ഛനും അമ്മയും ആ കൊച്ചും കൂടി നിന്ന് സംസാരിക്കുന്നത്. ആ കൊച്ചിന് ഒരു വീഡിയോ ഇട്ടപ്പം ഒരു നാറി എന്ന് തന്നെ പറയാ, നാറി വന്ന് അതിലൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ കേട്ടത്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം. ആ നാറിക്ക് അതിന്റെ മറുപടി നിങ്ങൾ കൊടുക്കണം. എടാ നാറി, നിന്റെ മക്കളാണ് ഒരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ നീ ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുവടാ. ആ കൊച്ചു കുട്ടിയല്ലേടാ അവള്. ആ കൊച്ചിനെയാണോ നീ ഇങ്ങനെ ഒരു കമന്റ് അവിടെ ഇട്ടത്? വെൽക്കം ബാക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ കൊച്ചു പറയണ ഒരു വീഡിയോ ഉണ്ട്, ആദ്യം നമുക്കതൊന്ന് കാണാം. ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിലൊരു അങ്കിള് ഒരു മോശപ്പെട്ട കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് അങ്കിളിന്റെ മകളാണെങ്കിൽ അങ്കിൾ അങ്ങനെ ചോദിക്കുമോ? ആ കൊച്ചു ചോദിച്ചാണ്ടില്ലടാ, നിന്റെ മക്കളാണെങ്കിൽ നീ അത് ചോദിക്കുമായിരുന്നു. ആ പാവം കൊച്ചല്ലേടാ, നിനക്ക് എങ്ങനെ തോന്നിയിടാ ഒരു കമന്റ് ഇടാൻ? കമന്റുകൾ ഇടാൻ നടക്കണു. ഇവിടെ വലിയൊരു വീഡിയോ ഇതിനേക്കാൾ മോശമായിട്ടുള്ള വീഡിയോകളുണ്ട്, അവിടെ ചെന്ന് കമന്റ് ഇട്. ഈ കൊച്ചു പിള്ളേരെയാണോ നീ കമന്റ് ഇടുന്നത്? നിന്റെ വീട്ടിൽ ആരെങ്കിലും ആണെങ്കിൽ നീ കമന്റ് ഇടുവോ? നിനക്ക് ഭാര്യ മക്കളും അമ്മയും അച്ഛനൊന്നും ഇല്ലേ? അവരാണ് ഒരു വീഡിയോ ഇട്ടോ നീ കമന്റ് ഇടുമായിരുന്നു? കഷ്ടോടാ, കൊച്ചു പിള്ളേർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോണല്ലേ. നീക്ക് എന്തിനാ ഇങ്ങനെ ജീവിക്കണത്? ഒരു മൊബൈലിൽ ഈ കമന്റ് ബോക്സ് തുറന്ന് കിടക്കണം എന്ന് പറഞ്ഞ് എന്തു ആവാന്നാണ്, എന്തു അതിന് വിളിച്ച് പറയാന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എന്തായാലും ആ കൊച്ചിന്റെ അച്ഛൻ പറയണ ഒരു വീഡിയോ ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇന്ന് എൻ്റെ മകളുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അതിൽ ഒരു വ്യക്തി ഒരു മോശമായ കമന്റ് ഇട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീഡിയോ കാണുന്നത് ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതും നിങ്ങൾ കാണുന്നതും, അതിൽ മോശമായ കമന്റ് ഇടേണ്ട ആവശ്യമില്ല. അത് കണ്ടിട്ട് കളഞ്ഞേക്കുക, അത്ര മതിയോ നമുക്ക്. കാണുന്നെങ്കിൽ കണ്ടോ അല്ലെങ്കിൽ അത് കളഞ്ഞേക്കുക. അതല്ലാതെ ഈ വ്യക്തിയുടെ അമ്മയോ ഭാര്യയോ പെങ്ങളോ ആണ് ഈ ഒരു മകളോ ആണ് റീല് ചെയ്യുന്നതെങ്കിൽ ഈ വ്യക്തി ഈ ചോദ്യം അങ്ങോട്ട് ചോദിക്കുമോ? അവരോട് ചോദിക്കുമോ? എടാ, അച്ഛൻ പറഞ്ഞ കേട്ടില്ലടാ. എടാ, നിനക്ക് വേണമെങ്കിൽ നീ കാണണ്ട, നീ എന്തിനാണ് ഈ അതിലേക്ക് ഒന്ന് കമന്റ് ഇടാൻ നടക്കണത്? ആ കൊച്ചിനെ കണ്ടോ നിനക്ക്? എന്തിനാ ആ കമന്റ് എന്തിനാ? കഷ്ടം. ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പം ആ കൊച്ചിനെ ഇങ്ങനെയൊക്കെ കമന്റ് ഇടാനും കുറെ എണ്ണ. ആ അച്ഛന്റെ മുഖം കണ്ടിട്ടെങ്കിലും നിനക്ക് എന്താടാ? അച്ഛൻ പറയണായിട്ടില്ല, അങ്ങേർക്ക് ആ ദുഃഖം ഇല്ലേടാ ആ കമന്റ് വായിക്കുമ്പം? നിന്നെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വിട്ടവനെ പറയണം, വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെയൊക്കെ മക്കളൊക്കെ ആണെങ്കിൽ നീയൊക്കെ ഇങ്ങനെയൊക്കെ കമന്റുകൾ ഇട്ട് വയ്ക്കൂ. നിനക്ക് ഈ കമന്റ് ഇടാൻ എന്തെല്ലാം വീഡിയോകളുണ്ട്, അവിടെ ഒന്നും ചെന്ന് കമന്റ് ഇടൂല. നിനക്ക് കുറെ കമന്റുകളും കൊണ്ട് അങ്ങ് ഇറങ്ങും ആൾക്കാരെ ഒരുമാതിരി മറ്റേ പരിപാടി. കമന്റിനൊക്കെ ഒരു മര്യാദയായിട്ട് ഇടണം. ശരി, അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ നീ കമന്റ് ഇട്. ഇത് അങ്ങനെയുള്ള വീഡിയോ ആണ്, ഒരു കൊച്ചല്ലേ ഒരു വീഡിയോ ഇട്ടത്. ആ കൊച്ചിനെയാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കമന്റ് എഴുതിയിട്ടത്? നമുക്ക് എന്തായാലും കൊച്ചിന്റെ അമ്മ പറയണ ഒരു വീഡിയോയും കൂടി കാണാം. മോശപ്പെട്ട വർത്താനം നിങ്ങൾ ഈ പറയുന്ന ഒരു കൊച്ചു കുഞ്ഞു വീഡിയോ ചെയ്യുമ്പോൾ അത് ചെയ്തിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടോ എന്ന് ഇവർക്ക് അറിയേണ്ട കാര്യം എന്തുവാ? അത് എന്നാ വർത്താനം അതൊരു കൊച്ചു കുഞ്ഞിനെ പറ്റി പറയുന്ന? ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നതല്ലേ? ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ കൂട്ടാൻ കൊള്ളാവോ ഈ മനുഷ്യനെ? ഇങ്ങർക്ക് മക്കളില്ലേ? എന്ത് വൃത്തികെട്ട ഒരു ഞങ്ങള് പിന്നെ ഇതിനകത്ത് എന്തേലും നടപടി ഞങ്ങൾ എടുക്കും ഇതിനകത്ത്. എടാ, പെറ്റ അമ്മ പറഞ്ഞ കേട്ടില്ലടാ, അവരൊക്കെ ഈ കമന്റ് കണ്ട് എങ്ങനെ സഹിക്കോടാ? ആ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് നിനക്ക് എന്താണ് കുഴപ്പം പറ്റിയത്? നിനക്ക് വേണമെങ്കിൽ കാണും, ഇല്ലെങ്കിൽ നീ ട്രോൾ ചെയ്ത് പോ, അല്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്തിട്. അല്ല, നീ ഈ ഇതിന്റെ അകത്ത് നിന്ന് ഇങ്ങനെയുള്ള വൃത്തികെട്ട കമന്റാണോ പറയണത്? ആ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്ത് ദുഃഖം തോന്നൂടാ? ആ കൊച്ചിനെന്തൊരു തോന്നൂടാ? ആ പൊടി കൊച്ചല്ലേടാ, അതിന്റെ മുഖം കണ്ടാ നിനക്ക് ഈ കമന്റ് ഇടാൻ തോന്നൂടാ? നിനക്ക് വീട്ടിൽ കയറ്റാൻ കൊള്ളൂല, അവനെ ഒന്നും അടുപ്പിക്കരുത് വീട്ടില്. എന്റെയൊക്കെ കുറെ കമന്റ്
അപ്പൊ ഇവന്റെയൊക്കെ മനസ്സിൽ എന്തുമാത്രം ഇതുണ്ടായിരിക്കും? ഓരോ പിള്ളേരെയൊക്കെ കാണുമ്പോ ഇവൻ എന്തരായിരിക്കും മനസ്സിൽ വിചാരിക്കുന്നത്? കമന്റുകളും കൊണ്ട് ഇറങ്ങും. നാട്ടിലും വീട്ടിലും ദോഷമായിട്ട് അങ്ങ് കിടക്കുകയാണ്. നീ ആദ്യം ആലോചിച്ചേക്കണം, നിന്റെ വീട്ടിലെ ഒരാളാണ് ഈ ഒരു വീഡിയോ ഇട്ട് നീ ഈ കമന്റും കൊണ്ട് വരുമോ? നീ കമന്റ് ഇടുവോ? നിന്റെ അവിടെയാണ് ഈ ഒരാൾ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ഇതൊക്കെ ആലോചിക്കണ്ടേ ഒരു കമന്റ് ഇടുമ്പം? ഈ സോഷ്യൽ മീഡിയ എന്തിനാണ് തുറന്നു വെച്ച് ഇങ്ങനെയുള്ള കലാകാരന്മാര് ചെയ്യേണ്ട വേറെ ഇത് ചെയ്യും. ചെയ്യുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ലൈക്ക് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുക. അല്ലാതെ ഈ മോശപ്പെട്ട കമന്റ് ഇടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പിന്നെ ആർക്കും ഒന്നും ഇടാൻ പറ്റില്ലല്ലോടേ. നിന്നെ പോലെയുള്ള ഇവിടെ ഇറങ്ങി നടന്ന ഒരു പിള്ളേരെയൊക്കെ പറയണ വാക്കുകൾ അങ്ങ് എഴുതാൻ പറ്റണ അങ്ങ് എഴുതി അങ്ങ് തള്ളുക. എനിക്ക് മക്കളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ഇട്ടത്. ഈ നാളെ ഒരു മക്കൾക്ക് നീ ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ നിൽക്കല്ലേ. എന്തായാലും നമുക്ക് ഒരു വീഡിയോയും കൂടി കാണാം. നമ്മൾ സമൂഹത്തിൽ ഒരേ കാര്യങ്ങൾ എടുക്കുന്ന ഇവരുടെയൊക്കെ മുന്നിൽ ഒരു കൊച്ചു കുഞ്ഞിനെ നമുക്ക് വിശ്വസിച്ച് അവരുടെ അയൽപക്കത്തെ പോലും പിള്ളേരെ ഒന്നും നിർത്തിയിട്ട് പോകാൻ പറ്റത്തില്ല ഈ ആവാസിന്റെ ഒക്കെ മുന്നിൽ. ഇവന്റെ അടുത്തൊന്നല്ല, ഇവന്റെ അയൽപക്കത്തെ നിർത്തിയിട്ട് പോകരുത്. ഇവന്റെ മനസ്സെന്ന് പറഞ്ഞാൽ അത്ര ദൂഷ മനസ്സാണ് ഈ കൊച്ചു പിള്ളേരെയൊക്കെ ഈ കമന്റ് ഇട്ടേനെ. ഇവനൊക്കെ എന്തിനും ഇങ്ങനെ കുറെ കമന്റുകളും കൊണ്ട് അങ്ങ് ഇറങ്ങും. ആവശ്യമില്ലാതെ എല്ലാവരും ഇതിലും വന്ന് അങ്ങ് എഴുതിയിടുക. കൊച്ചു പിള്ളേരാ വലിയവരാ ഒന്നും നോക്കണില്ല. അവന്റെ മനസ്സാണ് അതോടെ അങ്ങ് ഞാൻ ഇട്ടല്ലോ എന്നുള്ള ഒരു ഇത്. ഇതൊന്നും അല്ല. സമൂഹത്തിന് നല്ലത് ചെയ്. സമൂഹത്തിന് ദോഷമായിട്ട് നീ കിടക്കാതെ. എന്നാണ് നിന്റെ വീട്ടുകാർ കാണുമ്പോൾ തന്നെ നിന്നെ ചീത്ത വിളിക്കും. നിന്റെ കൂട്ടുകാരും അയൽവക്കക്കാരും കാണുമ്പോ നിന്നെ എന്തിനു വിചാരിക്കും? ഇങ്ങനെയാണോ നീ എഴുതിയിടണെന്ന് അവര് ചോദിക്കാത്തയും. നിന്നെ ഇനി ആരെങ്കിലും വീട്ടിൽ കയറ്റുമോ? നിന്നെ വീട്ടിൽ കയറ്റിയാ തീന്ന്. അല്ല പിന്നെ എന്തിനു പറയേ? കമന്റും കൊണ്ട് അങ്ങ് ഇറങ്ങുകയാണ് കൊച്ചു പിള്ളേരെയൊക്കെ. ഈടെ എനിക്ക് വയ്യ അമ്മയാണ് എന്തിനൊക്കെ കാണിച്ചു കൂട്ടണമെന്ന്. എന്തായാലും ഇവനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനൊക്കെ ഈ സമൂഹത്തിൽ ഇങ്ങനെ കാണിക്കുന്നതാണ് ഈ സമൂഹം ഇങ്ങനെ ആയി പോകുന്നത്. ബാക്കിയുള്ളവർക്കും കൂടി ആണുങ്ങൾക്ക് ദോഷം ഉണ്ടാക്കണവനാണ് യവന്മാരെ പോലുള്ളത്. അവൻ രാവിലെ കമന്റും കൊണ്ടങ്ങ് ഇറങ്ങും. ആരെ കണ്ടാലും കൊച്ചാ വലുതാ അങ്ങനെ ഒന്നുമില്ല. ഇതിന്റെയൊക്കെ കാര്യം കഷ്ടോടെ. അപ്പൊ ഇവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്ര മാത്രമൊക്കെ തന്നെയാണ് ഉള്ളത്. ഇനിയെങ്കിലും പിള്ളേരെയൊക്കെ അനാവശ്യങ്ങൾ പറച്ചിലൊക്കെ നിർത്തിക്കളയും കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം തന്നെയാണ്. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.